Good morning. Good morning. Good morning, Miss. Good morning, ma'am. Good morning, Miss. Good morning, Miss. Good morning. Morning, Miss. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് 3 ടൈപ്പ് സിസ്റ്റം ആയിരുന്നു അല്ലെ? ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ 3 ടൈപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു 3 ടൈപ്പ് സിസ്റ്റം ആയിട്ട് പറഞ്ഞത് നമ്മള് ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയായിരുന്നു 3 ടൈപ്പ് സിസ്റ്റം? Sub center, primary health center, community health center. Community Health Center. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? പഠിച്ചത് എന്താ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്തൊക്കെയാണ്? ശില്പയ്ക്ക് പറയാൻ പറ്റുമോ എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ? Secondary health center. ആ പിന്നെ എന്തൊക്കെയാ പഠിച്ചത്? It served 12,000 people. കേട്ടില്ല ശ്രീപ. It served 12,000 people. It's supported to have at least 30 beds. ആ ഓക്കെ പിന്നെ 1,20,000 people. ആ ഓക്കെ സെർവ് ചെയ്യുന്നുണ്ട് അല്ലെ? പിന്നെ
Operation theater, laboratory, X-ray are available in CHC. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ CHC for PHC. ഇൻചാർജ് വഹിക്കുന്നു. For medical specialists. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിൽ പഠിച്ചത്. ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് പോർഷൻ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ദ ഹെൽത്ത് ഗേറ്റ് സിസ്റ്റം, ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഹെൽത്ത് ഗേറ്റ് സിസ്റ്റത്തിന്റെ രൂപഘടന എങ്ങനെയാണെന്നുള്ളതാണ് അവിടെ ഒരു ഡയഗ്രാഫിൽ കൊടുക്കുന്നത് അല്ലെ, കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നോക്കാം നാഷണൽ ലെവൽ. ഇനി സെക്കൻഡ് ലെവൽ ആയിട്ട് വരുന്നത് എന്താണ്? സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS. ഇനി തേർഡ് വൺ എന്താണ്? ഡിസ്ട്രിക്ട് ലെവൽ. ഡിസ്ട്രിക്ട് ലെവലിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? റൂറൽ ഏരിയ ആൻഡ് അർബൻ ഏരിയ. റൂറൽ ഏരിയാസിൽ വരുന്നത് CHC, PHC, സബ് സെന്റർ. ഓക്കെ, പേജ് നമ്പർ 6. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ രൂപഘടനയെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ലെവലാണ് എന്ത്? നാഷണൽ ലെവൽ എന്ന് പറയുന്നത് അല്ലെ. നാഷണൽ ലെവലിനെ വേറൊരു പേരിലും പറയുന്നുണ്ട്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര് ആ ഡയഗ്രാം ഒന്ന് വരച്ചു വെക്കാം. മിസ് പറയുന്നത് ലെക്ചർ നോട്ട് ആയിട്ട് എഴുതി വെക്കാം. നാഷണൽ ലെവൽ എന്താണ്? ഏറ്റവും ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ രൂപഘടനയുടെ ഫസ്റ്റ് ലെവലാണ് നാഷണൽ ലെവൽ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. നാഷണൽ ലെവൽ എന്താണ്? എന്താണ്? ഏറ്റവും ഫസ്റ്റ് ലെവലാണ്. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോ ഈ നാഷണൽ ലെവൽ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്ന ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ആരോഗ്യ വിഭാഗമാണ്. മനസ്സിലായോ? സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള സെൻട്രൽ ആയിട്ടുള്ള ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ആരോഗ്യ വിഭാഗമാണ് എന്ത്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ തന്നെ ഒരു ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ആരോഗ്യ വിഭാഗമാണ് എന്ത്? നാഷണൽ ലെവലിലുള്ള മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്? നാഷണൽ ലെവലിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. ഇനി നെക്സ്റ്റ് ലെവലിലോട്ട് വരുമ്പോ എന്താണ്? സ്റ്റേറ്റ് ആൻഡ് UTS. എന്താണ് UTS എന്ന് പറഞ്ഞാല്? ഫുൾ ഫോം പറയാൻ പറ്റുമോ? UTS എന്താ? UTS expand UTS. എന്താണ്? യൂണിയൻ ടെറിട്ടറീസ്. കേട്ടിട്ടുണ്ടോ? യൂണിയൻ ടെറിട്ടറീസ്, സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഓക്കെ, അപ്പോ സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറഞ്ഞാല് നാഷണൽ ലെവലിന് തൊട്ട് കീഴില് തൊട്ട് താഴെയായിട്ട് വരുന്നതാണ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് അല്ലെ. നമുക്ക് എത്ര സംസ്ഥാനങ്ങളുണ്ട് അറിയോ? എത്ര സംസ്ഥാനങ്ങളുണ്ട്? എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്? അറിയില്ല. 6 ഓക്കെ, 9 കേന്ദ്രഭരണ പ്രദേശങ്ങളും അതുപോലെ തന്നെ 28 സംസ്ഥാനങ്ങളും ഉണ്ടല്ലേ. ഓക്കെ, അവിടെ എന്തുണ്ട്? ഓരോ ചെറിയ ചെറിയ സംസ്ഥാനത്തില് എന്തുണ്ട്? ഓരോ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട് അല്ലെ. അപ്പൊ അവിടെയൊക്കെ
ആരോഗ്യ മേഖലകളിലെ എല്ലാ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് നടത്തുന്നത്? ഈ സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് വഴിയായിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടത്തുന്നത്. ഓരോ ഗ്രാമങ്ങളിലും ഓരോ സംസ്ഥാനങ്ങളിലും എന്തുണ്ട്? ചെറിയ ചെറിയ എന്താണ് ഈ ഗ്രാമപ്രദേശങ്ങളുണ്ട്. അപ്പൊ അവിടേക്കൊക്കെ എങ്ങനെയാണ് ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഈ സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് വരുന്ന എല്ലാ നിർദ്ദേശങ്ങളും അവിടെ നിന്ന് വരുന്ന എല്ലാ നിർദ്ദേശങ്ങളും ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഓരോ സ്റ്റേറ്റിലും. ഇപ്പൊ നമുക്കറിയാം എന്താണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ആരാണെന്നറിയോ? അതറിയോ? ആരാണ് ആരോഗ്യമന്ത്രി? അതും അറിയില്ല. വെരി ഗുഡ്, വീണ ജോർജ് ആണ് അല്ലെ? ഓക്കെ, വീണ ജോർജ്. അപ്പോ കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ്? നമുക്കറിയാം എന്താണ് സെക്രട്ടേറിയറ്റ് വരുന്നത് തിരുവനന്തപുരത്താണ്. അപ്പൊ അതിലെ ഓരോരോ സെക്രട്ടേറിയറ്റിൽ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതില് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ആരോഗ്യ വിഭാഗം എന്ന് പറയുന്നത്. അവിടെയുള്ള മന്ത്രിയുടെ പേരാണ്, ആരോഗ്യ വിഭാഗത്തിന്റെ മന്ത്രിയുടെ പേരാണ് വീണ ജോർജ്. വീണ ജോർജിന് കീഴിൽ ആരൊക്കെ ഉണ്ടാവും? ഓരോരോ ഉദ്യോഗസ്ഥരുണ്ടാവും അല്ലെ? അപ്പൊ വീണ ജോർജ് പറയുന്ന നിർദ്ദേശങ്ങളായിരിക്കും ഉദ്യോഗസ്ഥര് കേൾക്കുന്നത്. അതനുസരിച്ചിട്ടായിരിക്കും കേരളത്തിലെ എല്ലാ ആരോഗ്യ മേഖലകളിലെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. അപ്പൊ വീണ ജോർജ് മന്ത്രി പറയുന്നതനുസരിച്ച് നിർദ്ദേശങ്ങൾ ആര് ചെയ്യും? ഈ അവർക്ക് കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലേക്ക് പാസ് ചെയ്തുകൊണ്ടാണ് ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ, സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS. ക്ലിയർ ആണോ? കേരളം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രി വീണ ജോർജ് ഉണ്ട്. ആ വീണ ജോർജ് പറയുന്നതനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥരും ഓരോ ആരോഗ്യ മേഖലകളിലേക്ക് ഓരോ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്? നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇനി സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസിന്റെ കീഴിൽ വരുന്നതാണ് എന്ത്? ഡിസ്ട്രിക്ട് ലെവൽ അല്ലേ? ഓക്കെ, ഡിസ്ട്രിക്ട് ലെവൽ. നമുക്ക് എത്ര ജില്ലകളുണ്ട്? കേരളത്തില്? 14 ജില്ലകളുണ്ട് അല്ലെ? ഓക്കെ, അവിടെയൊക്കെ എന്തുണ്ട്? ഓരോ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലേ ഓരോ ജില്ലകളിലും. ഓക്കെ, അപ്പോ ഡിസ്ട്രിക്ട് ലെവലിൽ എന്താണ്? ഓരോ ജില്ലകളിലും എന്തുണ്ട്? ആരോഗ്യ മേഖലകൾ, ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ ഈ ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് പറയുന്ന എല്ലാ ആരോഗ്യ നിർദ്ദേശങ്ങളും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ജില്ലകളിലേക്കും പാസ് ചെയ്തുകൊണ്ടാണ് ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഓരോ ജില്ലകളിലും ഡിസ്ട്രിക്ട് ലെവലിന്റെ ബേസിൽ ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് കൊടുക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ 14 ജില്ലകളിലേക്കും പാസ് ചെയ്തുകൊണ്ടാണ് ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇനി ഡിസ്ട്രിക്ട് ലെവലിനെ 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? റൂറൽ ഏരിയാസും ഉണ്ട്, അർബൻ ഏരിയാസും ഉണ്ട്. റൂറൽ ഏരിയാസിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ 3 ടയർ സിസ്റ്റം. ഏതൊക്കെയാണ്? CHC, PHC, സബ് സെന്റർ. അതൊക്കെയാണ് റൂറൽ ഏരിയാസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓർത്ത് വെക്കാട്ടോ. ഇനി അർബൻ ഏരിയാസിൽ വരുന്നത് എന്താണ്? ഹോസ്പിറ്റൽ ഡിസ്പെൻസറീസ്. ഹോസ്പിറ്റൽ ഡിസ്പെൻസറീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്പെൻസറീസ്? എന്താണ്? ഔഷധശാലകൾ. ഡിസ്പെൻസറീസ് എന്ന് പറഞ്ഞാല് ഔഷധശാലകൾ കേട്ടോ. ഓക്കെ, ഔഷധശാലകള്, ഫാർമസി. അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ചു എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ? ആരോഗ്യ മേഖലയുടെ എന്താണ് രൂപഘടനയാണ് നമ്മൾ പഠിച്ചത്. ഏറ്റവും ഫസ്റ്റ് ലെവലിൽ വരുന്നത് നാഷണൽ ലെവലാണ്. നാഷണൽ ലെവലിനെ പറയുന്നത് എന്താണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഈ നാഷണൽ ലെവലില് എല്ലാ ആരോഗ്യ പ്രവർത്തനങ്ങളും നടത്തുന്നത് എങ്ങനെയാണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിലൂടെയാണ്. ഇനി അതുപോലെ തന്നെ നാഷണൽ ലെവലിന് കീഴിൽ വരുന്നതാണ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. അതുപോലെ അതിന് കീഴിൽ വരുന്നതാണ് ഡിസ്ട്രിക്ട് ലെവല്. ഡിസ്ട്രിക്ട് ലെവലിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. റൂറൽ ഏരിയാസും അർബൻ ഏരിയാസും. റൂറൽ ഏരിയാസിന് കീഴിൽ വരുന്നത്, അതിന്റെ ഉള്ളിൽ വരുന്നത് എന്തൊക്കെയാണ്? CHC, PHC, സബ് സെന്റർ. അതുപോലെ അർബൻ ഏരിയാസിൽ എന്താണ് വരുന്നത്? ഹോസ്പിറ്റൽ ഡിസ്പെൻസറീസ്.
ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഏറ്റവും ഫസ്റ്റ് ലെവൽ ഏതാണ് വരുന്നത്, ഏറ്റവും ലാസ്റ്റ് ലെവല്, അതുപോലെ റൂറൽ ഏരിയാസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ നിർബന്ധമായിട്ടും നോട്ടിൽ ഈ പിക്ചർ വരച്ചു വെക്കുക കേട്ടോ. വായിച്ചു നോക്കാം കേട്ടോ. ഞാൻ പറയാം, നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെയാണോ? ഓക്കെ, ഇനി ആർക്കെങ്കിലും ഇത് എഴുതാൻ കിട്ടാത്തതോ അങ്ങനെ ഉണ്ടോ, ക്ലിയർ ആവാത്തതോ? ഓക്കെയാണോ? നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം ഹോസ്പിറ്റൽ ഫങ്ഷൻസ്. നോക്കാം, രണ്ട് തരത്തിലാണ് ഹോസ്പിറ്റൽ ഫങ്ഷൻസ് ഉള്ളത്. ഇൻട്രാമ്യൂറൽ ഫങ്ഷനും എക്സ്ട്രാമ്യൂറൽ ഫങ്ഷനും. ഇൻട്രാമ്യൂറൽ സർവീസസ് വിത്തിൻ വാൾ ഓഫ് ഹോസ്പിറ്റൽ. അപ്പൊ എന്താണ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാല്? ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണോ അല്ലെങ്കിൽ പുറത്ത് നടക്കുന്ന ഫങ്ഷൻ ആണോ ഇൻട്രാമ്യൂറൽ എന്ന് പറയുമ്പോ? എന്താ വായിച്ചപ്പോ മനസ്സിലായേ? സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ദ ഹോസ്പിറ്റൽ എന്തായിരിക്കും? ഉള്ളില് നടക്കുന്ന, അല്ലെ, ഇൻസൈഡ്, അല്ലെ, ഉള്ളില് നടക്കുന്ന ഫങ്ഷൻ ആണ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി എക്സ്ട്രാമ്യൂറലോ ഇൻട്രാമ്യൂറലോ നേരെ ഓപ്പോസിറ്റ് ആണ്, അല്ലെ. സർവീസ് ഔട്ട്സൈഡ് വാൾ ഓഫ് ദ ഹോസ്പിറ്റൽ. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് വിത്തിൻ വാൾ ഓഫ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുന്ന ഫങ്ഷൻ ആണ്. എക്സ്ട്രാമ്യൂറൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ പുറത്ത് നടക്കുന്ന ഫങ്ഷൻ. ഓക്കെ, ഇനി എന്താണ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ്? ഇനി എന്തൊക്കെയാണ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ്? ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? റെസ്റ്റോറേറ്റീവ് ഫങ്ഷൻ. റെസ്റ്റോറേറ്റീവ് എന്ന് പറഞ്ഞാൽ ആരോഗ്യം വീണ്ടെടുത്ത് നൽകുന്ന, അതാണ് അതിന്റെ അർത്ഥം. ആരോഗ്യം വീണ്ടെടുത്ത് നൽകുന്ന. ഇനി റെസ്റ്റോറേറ്റീവിന്റെ ഉള്ളില് ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് ABCD എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നോക്കിയേ, A പോയിന്റ് നോക്കിയേ, ഡയഗ്നോസ്റ്റിക്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗ്നോസ്റ്റിക് രോഗനിർണയം നടത്തുന്നത്, അല്ലേ? ഓക്കെ, diagnostic means രോഗനിർണയം. These consist of the inpatient services involving medical, surgical and other specialties and special diagnostics. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഇൻട്രാമ്യൂറൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലെ ഉള്ളിൽ നടക്കുന്ന ഫങ്ഷൻ ആണ്. അപ്പോ രോഗനിർണയത്തിൽ എന്താ പറയുന്നത്? These consist of the inpatient services, അല്ലെ. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ എന്താണ്? ഇൻപേഷ്യന്റ് സർവീസ്. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻപേഷ്യന്റ്
ആരായിരിക്കും ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാല്? അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ, കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിനെയാണ് നമ്മള് ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോ അവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? ഇൻപേഷ്യന്റ് സർവീസസ് കൊടുക്കുന്നുണ്ട് അല്ലെ, കിടത്തി ചികിത്സിച്ചിട്ടുള്ള സർവീസുകൾ കൊടുക്കുന്നുണ്ട്. നോക്കേ, ഇൻവോൾവിങ് മെഡിക്കൽ പരമായിട്ടും സർജിക്കൽ പരമായിട്ടും അതർ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാല് റെയർ കേസുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് അല്ലെ, ഹോസ്പിറ്റലുകളില് റെയർ കേസുള്ള രോഗങ്ങളെ കണ്ടുപിടിച്ച് അതിന് പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. സ്പെഷ്യൽ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക്, സ്പെഷ്യൽ ആയിട്ടുള്ള രോഗനിർണയങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സർവീസസുകളാണ് ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത്. ഓക്കെ, രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്? പല ഇൻപേഷ്യന്റ് സർവീസുകളും ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ പരമായിട്ടും സർജിക്കൽ പരമായിട്ടും അതുപോലെ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അതർ സ്പെഷ്യാലിറ്റീസുകൾ, റയർ കേസുള്ള രോഗങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിന് പ്രത്യേക ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക്സുകൾ, സ്പെഷ്യൽ ആയിട്ടുള്ള രോഗനിർണയങ്ങളും അവിടെ നടത്തുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ക്യൂറേറ്റീവ്. എന്താണ്? ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്. എന്താണ് പറയുന്നത്? ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ് അല്ലെ, എല്ലാ രോഗങ്ങൾക്കും വേണ്ടിയിട്ട് അവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്ത് രോഗികൾ വന്നിട്ടുണ്ടെങ്കിലും എന്ത് രോഗങ്ങളായിട്ടുണ്ടെങ്കിലും എന്താണ്, എല്ലാ രോഗങ്ങൾക്കും അവിടെ ട്രീറ്റ്മെന്റുകള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് റീഹാബിലിറ്റേറ്റീവ്. എന്താണ് റീഹാബിലിറ്റേറ്റീവ് എന്ന് പറഞ്ഞാല്? നമ്മള് ഇൻട്രൊഡക്ഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് റീഹാബിലിറ്റേഷൻ സർവീസസ്? ഓർക്കുന്നുണ്ടോ? റീഹാബിലിറ്റേഷൻ സർവീസസ് ഓർമ്മ വരുന്നില്ല? എന്താണ് റീഹാബിലിറ്റേഷൻ? പുനരധിവാസം അല്ലെ, പുനരധിവാസ സർവീസസുകൾ അല്ലെ, പുനർജീവിതത്തിലേക്ക് നയിക്കുന്ന സർവീസസുകളും ഡ്രഗ് അഡിക്ഷൻ, വെരി ഗുഡ്, ഡ്രഗ് അഡിക്ഷൻ ആയിട്ടുള്ളവരെ ഒക്കെ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രോക്ക് വന്നവരെയൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് അല്ലെ നോർമൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു കേന്ദ്രമാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയുള്ള റീഹാബിലിറ്റേഷൻ സർവീസസുകളും രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ റീഹാബിലിറ്റേഷൻ, ഫിസിക്കല് പരമായിട്ടും സോഷ്യൽ പരമായിട്ടും മെന്റൽ പരമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പൊ കൊറോണയൊക്കെ വന്ന കാലഘട്ടത്ത്, ഫസ്റ്റ് കൊറോണ വന്ന ടൈമിലൊക്കെ എന്താണ്, ആളുകൾ പുറത്തൊന്നും പറഞ്ഞില്ല. ഇപ്പൊ ഒരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാളുമായിട്ട് നമ്മളൊന്നും സംസാരിക്കില്ല അല്ലെ, മുറിയൊക്കെ അടച്ചിട്ട് ക്വാറന്റൈനിലൊക്കെ കിടത്തിയിരുന്നു ആളുകളെ. അപ്പൊ എന്താണ്, കൊറോണ വന്ന ആളുകൾക്ക് ഇപ്പൊ ഒരൊറ്റ മുറിയിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുമ്പോ വളരെ പേടിയും ബുദ്ധിമുട്ടും അല്ലെ, ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മളായിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ, വേറെ ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ നമ്മൾ ഫുഡ് കഴിച്ച പാത്രത്തിൽ മറ്റാരും കഴിക്കില്ല അല്ലെ, അതൊക്കെ അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും, ക്വാറന്റൈനിൽ ഇരുന്നവർക്ക് അറിയാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ കൊറോണ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, 7 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ അല്ലെ. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ആ ടൈമിൽ അനുഭവിച്ചിരുന്നു. അപ്പൊ എന്താണ്, ഇപ്പൊ ആ രോഗം വന്നവർ, കൊറോണ സ്ഥിരീകരിച്ചവർക്ക് ആ ആളുകളിലൊക്കെ എന്താണ് വളരെ ബുദ്ധിമുട്ടും, അതുപോലെ ചിലവർ മരിച്ചു പോകും, ചിലവർക്ക് മരിക്കാൻ വരെ തോന്നിയിട്ടുണ്ടാവും അല്ലെ, ആരോടും മിണ്ടാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഡോക്ടേഴ്സും നഴ്സുമാരും ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഇല്ലേ, നമ്മളോട് കുറെ കാര്യങ്ങൾ അല്ലെ. എന്താണ്, 7 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാം, ഇതിപ്പോ നോർമൽ ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാം, പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാറുണ്ട് ഇല്ലേ ആ ടൈമില്. അപ്പൊ എന്താണ്, അവരെ എന്ത് ചെയ്യുന്നുണ്ട്, പുനരധിവാസം അല്ലെ, നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഹോസ്പിറ്റലുകാര് അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ സ്ട്രോക്ക് വന്നവര്, 1 വർഷം അല്ലെ, കയ്യോ കാലോ ഒക്കെ തളർന്ന രോഗികളൊക്കെ ആണെങ്കിൽ എന്താണ്, അവർക്ക് പിന്നെയും ആരോഗ്യം നോർമൽ ലൈഫിലേക്ക് നല്ല രീതിയിൽ അത് വീണ്ടും മുന്നോട്ട് പുനർജീവിതത്തിലേക്ക് നയിക്കാനുള്ള എക്സസൈസും കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് വഴി എന്താണ്, അതും റീഹാബിലിറ്റേഷൻ സർവീസസിന് ഒരു എക്സാമ്പിൾ ആണ്. ഡ്രഗ് അഡിക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ അതും എന്താണ്, റീഹാബിലിറ്റേഷൻ സർവീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റീഹാബിലിറ്റേഷൻ സർവീസിൽ വരുന്നത്. ഓക്കെ, ഇനി എന്താണ്, കെയർ ഓഫ് എമർജൻസീസ്.
ആക്സിഡന്റ് ആസ് വെൽ ആസ് ഡിസീസസ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾ ഒരു ഡോക്ടർ ആണെന്ന് വിചാരിക്കാം. അപ്പോ നിങ്ങളെ കാണാനായിട്ട് കുറെ അധികം രോഗികൾ വന്നിട്ടുണ്ട്, അവിടെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ടൈമിൽ തന്നെ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് കേസ് ആയിട്ട് ആംബുലൻസ് രോഗിയെ കൊണ്ടുവരുന്നു. അപ്പൊ നിങ്ങൾ ആരെയായിരിക്കും പെട്ടെന്ന് നോക്കാം? ക്യൂ നിൽക്കുന്നവരെ ആയിരിക്കും, അല്ലെങ്കിൽ ആക്സിഡന്റ് കേസിൽ വന്ന രോഗിയെ ആയിരിക്കും നോക്കുന്നത്, പ്രയോറിറ്റി കൊടുക്കുന്നത്? ആക്സിഡന്റ് കേസ് ആയിട്ടുള്ളത് അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം എന്താ? റീസൺ എന്തായിരിക്കും? ആക്സിഡന്റ് കേസുള്ള എമർജൻസി അല്ലെ, സീരിയസ് ആയത് കൊണ്ടാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, അവിടെ ക്യൂ നിൽക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പോ ചുമയോ പനിയോ ഒക്കെ ആയിട്ട് വരുന്നവരായിരിക്കാം അല്ലെ. അവർക്ക് നമ്മൾ ടൈം എടുത്ത് നോക്കിയാലും മതി. പക്ഷേ ആംബുലൻസിൽ കൊണ്ടുവന്ന രോഗി എന്താണ്? സീരിയസ് ആണ്, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കേണ്ട പേഷ്യന്റ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെയും എന്താണ്, ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അവരെയും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആക്സിഡന്റ് കേസുള്ള രോഗികൾക്കാണ്. അപ്പൊ അങ്ങനെ എന്താണ്, ആക്സിഡന്റ് കേസ് വന്നിട്ടുണ്ടെങ്കിലും രോഗമായിട്ട് രോഗികൾ വന്നാലും എന്താണ്, നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള കെയർ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റെസ്റ്റോറേറ്റീവ് ഫംഗ്ഷനിൽ വരുന്നത്. റെസ്റ്റോറേറ്റീവ് മീൻസ് രോഗം വീണ്ടെടുത്ത് നൽകുന്ന എന്നാണ് അർത്ഥം. അപ്പൊ അതിൽ വരുന്നത് ഏതൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക് ഉണ്ട്, ക്യൂറേറ്റീവ് ഉണ്ട്, റീഹാബിലിറ്റേറ്റീവ് ഉണ്ട്, കെയർ ഓഫ് എമർജൻസീസ് ഉണ്ട്. ഓക്കെ, വായിച്ചു നോക്കിയേ. ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും കിട്ടിയായിരുന്നോ? ഓക്കെ, ഇല്ല, കിട്ടാത്തവരുണ്ടല്ലേ. ഓക്കെ ഓക്കെ. കിട്ടാത്തവര് ലെക്ചർ നോട്ടായിട്ട് എഴുതി വെക്കാം കേട്ടോ ഓരോ കാര്യങ്ങളും. ഏതാണ്? ABO, ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? രോഗനിർണയം. ഓക്കെ, this consists of the inpatient services involving medical, surgical and other specialties and the special diagnostic എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻപേഷ്യന്റ് സർവീസസുകൾ, അവിടെ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്, അഡ്മിറ്റ് ആയിട്ടുള്ള രോഗികളെ. അപ്പോ അങ്ങനെയുള്ള സർവീസസുകളും ഈ ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? മെഡിക്കൽ പരമായിട്ട്, സർജിക്കൽ പരമായിട്ട്, അതുപോലെ തന്നെ അതർ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റയർ കേസുള്ള രോഗങ്ങൾ കണ്ടുപിടിച്ച് അതിന് ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകുന്നുണ്ട്. അതുപോലെ സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള രോഗനിർണയം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അവിടെ വരുന്ന രോഗികൾക്ക് ഇൻപേഷ്യന്റ് സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇൻപേഷ്യന്റ് സർവീസസുകളും ഔട്ട് പേഷ്യന്റ് സർവീസസുകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലില്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇൻപേഷ്യന്റ് സർവീസസുകൾ, അഡ്മിറ്റ് ആയിട്ടുള്ള രോഗികൾക്ക് എന്താണ് അങ്ങനെയുള്ള സർവീസസുകൾ മെഡിക്കൽ പരമായിട്ടും സർജിക്കൽ പരമായിട്ടും അതുപോലെ തന്നെ റെയർ കേസുള്ള രോഗങ്ങൾ കണ്ടുപിടിച്ച് ബെറ്റർ ട്രീറ്റ്മെന്റ് നൽകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള രോഗനിർണയം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാല് ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്, എല്ലാ രോഗങ്ങൾക്കുമുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഓക്കെ ആണോ? A to D വരെ ക്ലിയർ ആണോ? ഡയഗ്രാം ഒന്ന് പറയണോ? ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ലെവലില് മോള് റെമീസ് കേറിയിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ പറഞ്ഞപ്പോ? ജോയിൻ ആയിട്ടുണ്ടായിരുന്നില്ലേ? ജസ്റ്റ് ഒന്ന് ഒരു കൺസെപ്റ്റ് പറയാം. നാഷണൽ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ടൈമിന് കയറണം കേട്ടോ. ടൈമിന് കയറിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഞാൻ 2-3 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നെക്സ്റ്റ് പോർഷനിലോട്ട് പോകുന്നത്. ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ടൈമിന് കയറാനായിട്ട് എല്ലാവരും നോക്കാം കേട്ടോ. ഓക്കെ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ രൂപഘടനയാണ് പറയുന്നത്. അപ്പോ ഫസ്റ്റ് വൺ പറയുന്നത് നാഷണൽ ലെവല്, സെക്കൻഡ് ലെവല് സ്റ്റേറ്റ് ലെവൽ ആൻഡ് UPS, തേർഡ് ലെവല് ഡിസ്ട്രിക്ട് ലെവല്. നാഷണൽ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നാഷണൽ ലെവലിൽ ഏറ്റവും എന്താണ് ആരോഗ്യ മേഖലയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് ഏതിലൂടെയാണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യ വിഭാഗമാണ്. ഇതാണ് നാഷണൽ ലെവലിൽ എല്ലാ ആരോഗ്യ മേഖലകളെ കുറിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് നാഷണൽ ലെവലിൽ. അതുപോലെ സ്റ്റേറ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാഷണൽ ലെവലിന് കീഴിൽ വരുന്നതാണ്. എല്ലാ സ്റ്റേറ്റുകളിലും ഓരോരോ നമുക്ക് എന്താണ് 28 സംസ്ഥാനങ്ങളും 9 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. അപ്പൊ ആ ഗ്രാമങ്ങളിലേക്ക് എല്ലാ പ്രവർത്തനങ്ങളും ആരോഗ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ സ്റ്റേറ്റ് ലെവൽ ആൻഡ് UPSൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവൽ എന്ന് പറഞ്ഞാൽ 2 തിരിച്ചിട്ടുണ്ട്. റൂറൽ ഏരിയാസ് ആൻഡ് അർബൻ ഏരിയാസ്. റൂറൽ ഏരിയാസിൽ വരുന്നത് CHC, PHC ആൻഡ് അതുപോലെ തന്നെ സബ് സെന്റർ. അർബൻ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ, ഡിസ്പെൻസറീസ്, ഔഷധശാലകൾ. അപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിൽ നമുക്ക് 14 ജില്ലകളുണ്ട്. അപ്പോ ഓരോ ജില്ലകളിലേക്കും ഉള്ള ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ജില്ലകൾക്കും അതിലേക്കുള്ള എല്ലാ ആരോഗ്യത്തിന്റെ നിർദ്ദേശങ്ങളും അയക്കുന്നത് എങ്ങനെയാണ്? ഈ ഡിസ്ട്രിക്ട് ലെവലിൽ നിന്നാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പ്രിവെന്റീവ് ഫങ്ഷൻ. പ്രിവെന്റീവ് ഫങ്ഷൻ നോക്കിയേ. ഫസ്റ്റ് വൺ പറയുന്നത് സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. ഇല്ലേ? ആണോ? എന്ത് ചെയ്യുന്നുണ്ട്? എവിടെയാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്? പ്രസവിക്കുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലുകളിലാണ് അല്ലെ? കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലുകളിലാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് എവിടെയാണ്? അതിന്റെ എല്ലാ സൂപ്പർവിഷൻ, മേൽനോട്ടം വഹിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലുകളിലാണ്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. ഇല്ലേ? എങ്ങനെയാണ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ അതിന്റെ ആ സൂപ്പർവിഷൻ നടത്തുന്നത്? എങ്ങനെയാണ് അവരുടെ ഡെവലപ്മെന്റ് നമ്മൾക്ക് അറിയാൻ പറ്റോ? ചിൽഡ്രന്റെ ഡെവലപ്മെന്റ് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? എങ്ങനെയാണ് ചെയ്യുന്നത്? ഹോസ്പിറ്റലുകളിൽ സ്കാനിങ്. ഓക്കെ, പിന്നെ ജനിച്ചു കഴിഞ്ഞുള്ള ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് നടത്താം ഹോസ്പിറ്റലുകളിൽ? ജനിച്ചു കഴിഞ്ഞിട്ട് ആണെങ്കിൽ ഒബ്സർവേഷൻ. ഇമ്മ്യൂണൈസേഷൻ നമ്മൾ എടുക്കില്ലേ? കുത്തിവെപ്പുകൾ എടുക്കാറുണ്ടല്ലേ? ഓരോ മന്തും ജനിച്ചു കഴിഞ്ഞിട്ട് അല്ലെ? അത് കഴിഞ്ഞിട്ട് 1 വയസ്സ് കഴിയുമ്പോ, 5 വയസ്സാകുമ്പോ, 10 വയസ്സാകുമ്പോ, 15 വയസ്സാകുമ്പോ, ഇതൊക്കെ എന്താണ്? ചിൽഡ്രന്റെ ഡെവലപ്മെന്റിന് നമ്മൾ നോക്കുന്നുണ്ട് അല്ലെ? സൂപ്പർവിഷൻ നടത്തുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? ഓരോ പ്രതിരോധ കുത്തിവെപ്പുകളും വാക്സിനേഷൻ എടുക്കുന്നത് അല്ലെ? ഓക്കെ, ഇനി എന്താണ്? കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പ്രിവെൻഷൻ ഓഫ് prolonged illness. അവിടെ ആ പോയിന്റ് ഒറ്റ പോയിന്റ് ആണ് കേട്ടോ. ഈ പോയിന്റ് ഇല്ല, അത് ഒറ്റ പോയിന്റ് ആണ്. സ്ക്രീനിൽ കിടക്കുന്നത് തെറ്റിയിട്ടാണ് കേട്ടോ. ഓക്കെ, കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പ്രിവെൻഷൻ ഓഫ് prolonged illness. ഒറ്റ സെന്റൻസ് ആണ്. അപ്പൊ അവിടെ പറയും ടെക്സ്റ്റിൽ അങ്ങനെയാണോ? ഓക്കെ.
അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പ്രിവെൻഷൻ ഓഫ് പ്രോങ്ലോങ് ആൻഡ് ഇൽനെസ്. അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ, ഇത് കറക്റ്റ് ആക്കി എഴുതിയാൽ മതി. ഓക്കെ, കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പ്രിവെൻഷൻ ഓഫ് പ്രോങ്ലോങ് ആൻഡ് ഇൽനെസ്. ഇവിടെ പറയുന്നത് എന്താണ്? ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാംക്രമിക രോഗങ്ങൾ അല്ലെ? ഇല്ലേ? വെരി ഗുഡ്. സ്പ്രെഡിങ് ഡിസീസസ് എന്തൊക്കെയായിരിക്കാം സ്പ്രെഡ് ആയിട്ട് വരുന്ന ഡിസീസസുകള്? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? കൊറോണ അല്ലെ? കൊറോണ. പിന്നെ കൊറോണ മാത്രമേ ഉള്ളൂ. ഓക്കെ, നിപ്പ, പിന്നെ മഞ്ഞപ്പിത്തം, HIV, വൈറൽ ഫീവർ അല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള രോഗങ്ങൾ എന്താണ്? നമുക്ക് ഒരാൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലെ? എന്താണ്? സ്പ്രെഡിങ് അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങളാണ് അല്ലെ? ചിക്കൻ പോക്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നടപടികൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക. അപ്പൊ എന്താണ്? മറ്റുള്ളവർക്ക് പടരാനായിട്ട് അല്ലെങ്കിൽ പകരാനായിട്ട് നമുക്ക് തടയാനായിട്ട് പറ്റും അല്ലെ? അപ്പോ ഇങ്ങനെയുള്ള അസുഖങ്ങൾ, ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരുന്നതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സുകൾ എടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ഹോസ്പിറ്റലുകളിൽ നിന്നാണ് അല്ലെ? ഇപ്പൊ നിപ്പയൊക്കെ വന്നപ്പോ എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലുകളിൽ നിന്നായാലും അതുപോലെ തന്നെ ആശാ വർക്കേഴ്സുമാരായാലും നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാറുണ്ട് അല്ലെ? അത് വരാതിരിക്കാനായിട്ടുള്ള എന്താണ് നടപടികൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇല്ലേ? ഇപ്പൊ നിപ്പയൊക്കെ വന്നപ്പോ എന്താണ്? അല്ലെങ്കിൽ എന്താണ് കൊറോണ ഒക്കെ വന്നപ്പോ ഹോസ്പിറ്റലുകളിൽ പോയാൽ കാണാൻ പറ്റും അവിടുത്തെ ചുമരിലൊക്കെ ഇങ്ങനെയുള്ള നോട്ടീസുകൾ ഇല്ലേ? എന്താണ്? കൈ കഴുകുക, ഡിസ്റ്റൻസ് പാലിക്കുക, മാസ്ക് വെക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് എന്താണ് ആ പോസ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താണ്? രോഗികൾ വരുമ്പോ അത് വായിച്ച് അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട് അല്ലെ? ഓരോ അവയർനെസ് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോ ഡോക്ടറെ ഇപ്പൊ രോഗി കാണാൻ വരുമ്പോ കൺസൾട്ടേഷന് വരുമ്പോ എന്താണ്? ഇപ്പൊ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമാണെങ്കിൽ ഡോക്ടർ പറയും അല്ലെ? ഇന്ന അസുഖമാണ്, അതുകൊണ്ട് ഇന്ന മെഡിസിൻസ് എഴുതാം, അതുപോലെ തന്നെ ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കണം ഇല്ലേ? അതും എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. ഹോസ്പിറ്റലുകളിൽ നിന്ന് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് ഇല്ലേ? ഇനി എന്താണ്? ഒക്യുപ്പേഷൻ. ഒക്യുപ്പേഷൻ എന്തായിരിക്കാം? ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാല് പല സ്റ്റാഫുകളും ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നുണ്ട് അല്ലെ? അവർക്കും എന്താണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇല്ലേ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് അവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ക്ലീനിങ് സ്റ്റാഫ് ആയാലും അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന പല സ്റ്റാഫുകളായാലും നഴ്സുമാരായാലും, ഇപ്പോ നിപ്പയൊക്കെ വന്നിട്ട് ഒരു നഴ്സ് മരിച്ചല്ലേ? അപ്പൊ അങ്ങനെയുള്ള അവരുമായിട്ട് രോഗികളുമായിട്ട് ഇടപെടുമ്പോൾ അവർക്കും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർക്കും കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലുകളിൽ. ഇനി ഓക്കെ, അപ്പോ പ്രിവെന്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ്ഹുഡ്, സൂപ്പർവിഷൻ ഓഫ് normal growth and development of children, control of communicable diseases, prevention of prolonged illness, health education, occupation. ഇത്രയും കാര്യങ്ങളാണ് പ്രിവെന്റീവ് ഫംഗ്ഷനിൽ വരുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ ആണോ? ടെക്സ്റ്റ് ഇല്ലാത്തവര് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം. അപ്പോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണാം നഴ്സുമാർക്കായാലും മറ്റു സ്റ്റാഫുകൾക്കായാലും എഡ്യൂക്കേഷൻ ഇല്ലേ? പല ട്രെയിനിങ്ങുകളായാലും എഡ്യൂക്കേഷൻ ആയാലും ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് നോക്കിയേ,
ഇപ്പൊ അവിടെ എക്സാമ്പിൾ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വന്നത് എന്താണ്? മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്. മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, മെഡിക്കൽ കോളേജിൽ, അതുപോലെ ആ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറെ സ്റ്റാഫുകൾ എന്തുണ്ടാവും, പഠിക്കുന്നുണ്ടാവും അല്ലെ? നഴ്സുമാര് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓരോ സ്റ്റാഫുകള്, ഓരോ നഴ്സുമാരായാലും ഓരോ സ്റ്റാഫുകൾക്കായാലും കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മെഡിക്കൽ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സിനൊക്കെ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഓരോ എഡ്യൂക്കേഷൻ ആയാലും നഴ്സുമാർക്കായാലും ഓരോ കാര്യങ്ങൾ പറഞ്ഞവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി സ്പെഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓരോ സ്പെഷ്യലിസ്റ്റുകൾ, ഇപ്പൊ പീഡിയാട്രിക്, അതുപോലെ ഓർത്തോ, ENT, അങ്ങനെയുള്ള ഓരോരോ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ ഇല്ലേ? സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ്. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MBBS കഴിഞ്ഞിട്ട് PG, അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നത്. അപ്പൊ അവർക്കും എന്ത് കൊടുക്കുന്നുണ്ട്? എഡ്യൂക്കേഷൻ ഹോസ്പിറ്റലുകളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നഴ്സസ് ആൻഡ് മിഡ് വൈഫ്സ്. നഴ്സസ്മാർ ആരാണെന്ന് അറിയാം. അതുപോലെ മിഡ് വൈഫ്സ് ആരായിരിക്കും? എന്താ മീനിങ് മിഡ് വൈഫ്സ് എന്ന് പറഞ്ഞാല്? യെസ്, എന്താണ്? സൂതി കർമ്മിണികൾ എന്നാണ് കേട്ടോ അതിനർത്ഥം. മിഡ് വൈഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂതി കർമ്മിണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഡെലിവറി ടൈമിൽ നമ്മളെ ലേബർ റൂമിലേക്ക് കേട്ടോ അല്ലെ? അവിടെ അപ്പൊ എന്താണ്, കുറച്ച് നഴ്സുമാരും ഉണ്ടാവും, അതുപോലെ തന്നെ അവരെ സഹായിക്കാനായിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവരെയാണ് നമ്മള് മിഡ് വൈഫ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സൂതി കർമ്മിണികൾ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്, ഡെലിവറി ലേബർ റൂമില് നഴ്സുമാരെ സഹായിക്കാനായിട്ടുള്ള ചില സ്റ്റാഫുകൾ അവിടെ ഉണ്ടാവും. ഓക്കെ, അവരെയാണ് നമ്മള് മിഡ് വൈഫ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്. അറിയാലോ, സോഷ്യൽ വർക്കേഴ്സ്. അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫ്, അത് പറയാം നമുക്ക്. ഇനി കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങൾക്ക് എന്താണ് ആരോഗ്യപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ എന്താണ്, ഒരു രോഗി ഡോക്ടറെ കാണാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻ മോശമാണെങ്കിൽ അയാളുടെ രോഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, ഏതൊക്കെ മെഡിസിൻസ് കഴിക്കണം, അതുപോലെ എന്തൊക്കെ എക്സസൈസ് ചെയ്യണം, അതുപോലെ തന്നെ എന്താണ് എന്തൊക്കെ മരുന്നുകളാണ് കഴിക്കേണ്ടത്, ഏതൊക്കെ ഫുഡുകളാണ് കഴിക്കേണ്ടത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, ജനങ്ങൾക്ക് അവയർനെസ് ലഭിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇവർക്കൊക്കെ എന്താണ്, ഹോസ്പിറ്റലിൽ നിന്ന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും, ഓരോ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾക്കും എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങുകളായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷനിൽ വരുന്നത് ഏതൊക്കെയാണ്? മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്, സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്, nurse and midwives, medical social workers, paramedical staff, community health education. Just ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് റിസർച്ച്. അപ്പോ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസിന്റെ ലാസ്റ്റ് പോയിന്റ് ആണ് റിസർച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നോക്കാം, physical, psychological and social aspects of health and disease, clinical medicine, hospital practice and administration. അപ്പോ ഫസ്റ്റ് പോയിന്റില് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസസ്. ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞു തരാം കേട്ടോ. ഇത്
ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് 3 സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങളും പറയുന്നത്. ഫസ്റ്റ് വന്നില് എക്സാമ്പിൾ നോക്കാം. നമ്മളുടെ നാട്ടില് കൊറോണ വന്നല്ലേ, ആ ടൈമിൽ എന്താണ് ആളുകൾ അത്രയ്ക്ക് വിലക്ക് എടുത്തില്ല. കൊറോണ എന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് ഒരു രോഗം മാത്രമാണ് ആളുകൾ ധരിച്ചിരുന്നത്. പിന്നീട് എന്ത് ചെയ്തു, ഹോസ്പിറ്റൽസ് ആയാലും അത്ര എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കാതെയാണ് ആ നാളുകളിൽ നിലനിന്ന് പോകുന്നത്. അതുപോലെ തന്നെ 1-2 ആളുകളൊക്കെ മരിക്കാൻ തുടങ്ങിയപ്പോ ആളുകൾക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിനും ഭയമായല്ലേ. ഇങ്ങനെ ആളുകള് കൊറോണ വന്ന് മരിക്കാൻ തുടങ്ങിയപ്പോ ആളുകളിൽ എന്താണ് ഭയങ്കര ഭയം ഉണ്ടാക്കി. അപ്പൊ ആളുകൾ പുറത്തോട്ട് ഇറങ്ങാതെയായി, ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു. അപ്പൊ എന്ത് ചെയ്തു ഹോസ്പിറ്റൽസ്, ഇവിടെ നിന്നാണ് ഈ രോഗം വന്നത്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ രോഗം വന്നത്, എന്താണ് കാരണം, ഇനി ഇതിന്റെ രോഗലക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് അവരെന്ത് ചെയ്തു പഠിക്കാനായിട്ട് തുടങ്ങി. അവരത് ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസസിൽ പറയുന്നത് എന്താണ്, ഇപ്പൊ കൊറോണ വന്നു, ഫസ്റ്റ് തുടക്കം എന്താണ്, അധികം ആളുകള് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, ഹോസ്പിറ്റലുകളായാലും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പിന്നീട് ആളുകൾ 1-2 ഒക്കെ ആളുകൾ ഇങ്ങനെ മരിക്കാൻ തുടങ്ങിയപ്പോ ആളുകൾ അത് ഗൗരവത്തോടെ എടുക്കുകയും ഹോസ്പിറ്റൽസ് എന്താണ് ഇതിനെ കുറിച്ച് എന്താണ് അതിന്റെ ഇതൊക്കെ ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങി. ഇവിടെ നിന്നാണ് രോഗം വന്നത്, ഇതെന്താണ്, വൈറസ് ആണോ അല്ലെങ്കിൽ എന്താണ്, ഫംഗസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടും എന്തൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് അതിനെ കുറിച്ചുള്ള കാര്യങ്ങള് പഠിച്ച് അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് രണ്ടാമത്തെ നോക്കിയേ, ക്ലിനിക്കൽ മെഡിസിൻ. ഇനി ഇതിനെ കുറിച്ച് അനലൈസ് ചെയ്തു. അതിനുശേഷം എന്താണ്, ഇനി ഇതിന് എന്താണ് ഒരു പ്രതിവിധി. അപ്പൊ ഇതിനൊരു മരുന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്, കൊറോണയ്ക്ക് കോവിഷീൽഡും അതുപോലെ തന്നെ കോവാക്സിനും കണ്ടുപിടിച്ചു. അതാണ് ക്ലിനിക്കൽ മെഡിസിനിൽ വരുന്നത്. ഓക്കെ ആണോ? എക്സാമ്പിൾ പോലെയാണ് പറഞ്ഞത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് ഓർക്കാനാണ് പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ നമ്മള് അനലൈസ് ചെയ്തു. ആദ്യത്തെ സ്റ്റെപ്പിൽ ആദ്യം അനലൈസ് ചെയ്തു എന്താണ് ഇത് വരാനുള്ള കാരണം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ്, മെഡിസിൻ കണ്ടുപിടിച്ചു, കോവിഷീൽഡും കോവാക്സിനും കണ്ടുപിടിച്ചു. ഇനി എന്താണ് തേർഡ് വണ്ണില്, ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇനി മരുന്ന് കണ്ടുപിടിച്ചപ്പോ ഇനി ആരിലത് പരീക്ഷിക്കണം, ആരിൽ പരീക്ഷിച്ചു, ജനങ്ങളില് അത് പരീക്ഷിക്കാനായിട്ട് തുടങ്ങിയല്ലേ അല്ലെ. വാക്സിനേഷൻ എടുക്കാനായിട്ട് നിർബന്ധമായിട്ട് തുടങ്ങിയില്ലേ. അപ്പൊ എന്ത് ചെയ്തു, ഓരോ ആൾക്കാരും പോയിട്ട് എന്ത് ചെയ്തു, കോവാക്സിൻ ആയാലും അല്ലെങ്കിൽ കോവിഷീൽഡ് ആയാലും എടുക്കാനായിട്ട് തുടങ്ങിയില്ലേ. ഇത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ രോഗം മാറുന്നുണ്ടോ, രോഗത്തിന്റെ മൂർച്ച കുറയുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആളുകളിലേക്ക് അത് പരീക്ഷിക്കുകയും ചെയ്തു. അതാണ് 3 കാര്യങ്ങളായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിൾ മനസ്സിലായോ? എക്സാമ്പിൾ കറക്റ്റ് ആയിട്ട് മനസ്സിലായവർക്ക് അത് ആ പോയിന്റ് കിട്ടും. മനസ്സിലായോ? റിസർച്ചിൽ കൊടുത്തിരിക്കുന്നത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസസ്. കൊറോണ വന്നു, പിന്നീട് അതിനെ കുറിച്ച് അനലൈസ് ചെയ്തു ഹോസ്പിറ്റൽസ്. ഇനി ക്ലിനിക്കൽ മെഡിസിനുകൾ ഉണ്ടാക്കി അല്ലെ. എന്താണ് രോഗം വരുന്നത്, ഇതിനുള്ള പ്രതിവിധി എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മെഡിസിനുകൾ അവര് ഉണ്ടാക്കാനായിട്ട് നോക്കി. അതാണ് കോവിഷീൽഡും കോവാക്സിനും ഉണ്ടാക്കി. അതിനുശേഷം ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ജനങ്ങളിലേക്ക് അത് പരീക്ഷിച്ചു. ഓക്കെ ആണോ? 3 സ്റ്റെപ്പും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാട്ടോ. റിസർച്ചിൽ വരുന്ന സ്റ്റെപ്പുകളാണ്, 3 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വായിച്ചു നോക്കാട്ടോ.
ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? 3 കാര്യങ്ങളും ആ എക്സാമ്പിൾ വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അപ്പോ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താണ്? ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് ആണ്. എന്തൊക്കെയാണ് വരുന്നത്? റെസ്റ്റോറേറ്റീവ്, പ്രിവെന്റീവ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. 4 കാര്യങ്ങളാണ് ഇൻട്രാമ്യൂറൽ ഫങ്ഷനിൽ വരുന്നത്. ഇനി എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻസ് ആണ് അടുത്തത് നോക്കാൻ പോകുന്നത്. എക്സ്ട്രാമ്യൂറൽ എന്താണ്? ഹോസ്പിറ്റലിന്റെ ഔട്ട്സൈഡിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെ? ഹോസ്പിറ്റൽ ഔട്ട്സൈഡ് ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ എന്താണ്? ഔട്ട് പേഷ്യന്റ് സർവീസസ്. ഓക്കെ, നമുക്കറിയാം എന്താണ്? ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് പോകുന്നതാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഇല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഔട്ട് പേഷ്യന്റ് സർവീസസുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഹോം കെയർ സർവീസസ്. ഹോം കെയർ സർവീസസ് എന്താണ്? വീട്ടിൽ വന്നിട്ട് നമ്മുടെ പരിചരിച്ച് എന്താണ് ട്രീറ്റ്മെന്റുകൾ ചെയ്തു പോകുന്നത് അല്ലെ? വീട്ടിൽ വന്നുകൊണ്ട് പരിചരിച്ച് ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത്. പാലിയേറ്റീവ് കെയർ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും നമുക്ക്. വീട്ടിൽ വന്നിട്ട്. വെരി ഗുഡ്. ഇനി എന്താണ്? മൊബൈൽ ക്ലിനിക്സ്. മൊബൈൽ ക്ലിനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെയൊക്കെ ചിലപ്പോ വികലാംഗര് അല്ലെങ്കിൽ കിടപ്പോട് കൂടി കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അവർക്ക് എന്താണ്? ഹോസ്പിറ്റലിൽ എത്തിപ്പെടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? മൊബൈൽ ആപ്പ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ആ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പോയിട്ട് ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്ന ഒരു സർവീസസ് ആണ് ഇത് മൊബൈൽ ക്ലിനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്താണ്? ഡേ കെയർ സെന്റേഴ്സ്. ഡേ കെയർ സെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് കൊടുക്കുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ. ഓക്കെ, ഒരു ദിവസം കൊണ്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ അതൊക്കെ എന്താണ്? ഇപ്പൊ തിമിര ശസ്ത്രക്രിയ അതൊക്കെ എന്താണ്? നമ്മൾ കാലത്ത് പോയിട്ട് അവിടെ അഡ്മിറ്റ് ആയി ശസ്ത്രക്രിയ ചെയ്ത് നമുക്ക് വൈകുന്നേരമായിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോരാം. അതൊക്കെ എന്താണ്? ഈ ഡേ കെയർ സെന്റേഴ്സിന് എക്സാമ്പിൾ ആണ്. ഒരു ദിവസം കൊണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതുപോലെ ഡയാലിസിസ്, സ്കാനുകൾ ഇതൊക്കെ നമുക്ക് എന്താണ്? ഡേ കെയർ സെന്റേഴ്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നൈറ്റ് ഹോസ്പിറ്റൽസ്. എന്തൊക്കെയാണ്? നൈറ്റ് മാത്രം ഓപ്പൺ ആയിരിക്കും. എമർജൻസി കേസുകളൊക്കെ അവിടെ എടുക്കും. ഓക്കെ, അതാണ് നൈറ്റ് ഹോസ്പിറ്റൽ. നൈറ്റ് മാത്രം ഓപ്പൺ ആവുന്ന ഹോസ്പിറ്റൽ. ഈ മെഡിക്കൽ ക്യാമ്പ് അറിയാലോ നമുക്ക്? മെഡിക്കൽ കെയർ ക്യാമ്പ്സ്. എന്താണ് മെഡിക്കൽ കെയർ ക്യാമ്പ്സ് എന്ന് പറഞ്ഞാല്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇതാണ് ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയിട്ട് ഇല്ലേ? ആണോ? അതാണോ മെഡിക്കൽ ക്യാമ്പുകള്? സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ പല റൂറൽ ഏരിയാസിലും ക്യാമ്പുകൾ നടത്താറുണ്ട്. എന്തിന്റെയൊക്കെയാണ്? പ്രഷർ ചെക്ക് ചെയ്യാനായിട്ട്, ഷുഗർ ചെക്ക് ചെയ്യുക, അതുപോലെ തിമിരത്തിന്റെ ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് നേത്ര പരിശോധന. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെഡിക്കൽ ക്യാമ്പിൽ വരുന്നത്. സ്കൂളുകളില്, അതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ ആരെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാളിലൊക്കെ നടത്താറുണ്ട്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? ഔട്ട് പേഷ്യന്റ് സർവീസസ് ഉണ്ട്, ഹോം കെയർ സർവീസസ്, മൊബൈൽ ക്ലിനിക്ക്, ഡേ കെയർ സെന്റേഴ്സ്, നൈറ്റ് ഹോസ്പിറ്റല്, അതുപോലെ മെഡിക്കൽ കെയർ ക്യാമ്പ്സ്. അപ്പൊ ഏതൊക്കെയാണ് എക്സ്ട്രാ മ്യൂറലിൽ വരുന്നത്, ഏതൊക്കെയാണ് ഇൻട്രാമ്യൂറലിൽ വരുന്നത് എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ ഇൻട്രാമ്യൂറലില് ഇപ്പോ എഡ്യൂക്കേഷൻ, പ്രിവെന്റീവ് ഫങ്ഷൻ, പല ഫങ്ഷൻസ്, 4 ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഓപ്ഷൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് പറ്റണം കേട്ടോ. അപ്പൊ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്, അല്ലെങ്കിൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെടാത്തത് ഇതിൽ ഏതാണ്, മോഡ് 1 ഔട്ട്, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എഴുതാനായിട്ട് പറ്റണം. അപ്പൊ ഓരോ ഫങ്ഷന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ ABCD എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും വരെ പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, ഡൗട്ട് വല്ലതുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.